ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് മീൻ ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ. നാത്തൂൻ താത്താൻ്റെ സ്പെഷ്യലാണ് കേട്ടോ മീൻ ബിരിയാണി. അപ്പോൾ താത്ത വന്നപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ പുറത്ത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഒരു പൂതി. അപ്പോൾ അങ്ങനെ നമ്മൾ മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. താത്താൻ്റെ ബിരിയാണി പൊതുവേ നല്ല ടേസ്റ്റാണ്. അതാണ് താത്താനെ കൊണ്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാനും ഇക്കും കൂടിയാണ് കേട്ടോ മീനുണ്ടോ പോയി നോക്കിയത്. ആനക്കയത്തേക്കാണ് ഞങ്ങൾ മീനുണ്ടോ പോയി നോക്കിയത്. അപ്പോൾ അവിടുന്ന് കഷ്ണ മീനൊക്കെ വാങ്ങി അവിടുന്ന് തന്നെ കട്ട് ചെയ്യിപ്പിച്ചു കേട്ടോ മീനൊക്കെ. ഞങ്ങൾ മീൻ വാങ്ങി വന്നപ്പോഴത്തേന് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞിട്ടും എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വഴറ്റി ഉള്ളി വാടി വന്നതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും ചതച്ചതിട്ടെടുത്തു. പിന്നെ കറിവേപ്പില, പിന്നെ തക്കാളി ഒക്കെ ഇട്ടെടുത്ത് നല്ലോണം വഴറ്റിയെടുത്ത് കേട്ടോ. അപ്പുറത്ത് നമ്മൾ മീനും പൊരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാതും, മീൻ മസാല, ബിരിയാണി മസാല എല്ലാതും ഇട്ട് നല്ലോണം മിക്സാക്കി. ഇതായിട്ട് മീൻ മസാലയാണ്. പിന്നെ ഗരം മസാല, എല്ലാ മസാലകളും ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സുറുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു നാരങ്ങൻ്റെ പകുതിയെ പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ. പിന്നെ മീനിൻ്റെ മസാല, മീനിൻ്റെ ഒരു ഇത് വേണമല്ലോ, രുചി വേണമല്ലോ. അപ്പോൾ അതിന് മീനിൻ്റെ ചെറിയ പീസുകൾ ഒരു 2-3-4 പീസ് ഇട്ടെടുത്തു. ബാക്കി നമ്മൾ പൊരിച്ചിട്ടാണ് ആഡ് ചെയ്തത്. അപ്പോൾ അത് നല്ലോണം മിക്സാക്കി കൊടുത്തു. മീൻ ഇവിടെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറ് നമ്മൾ വേവിച്ചിട്ട് എടുക്കുകയാണ്. നെയ്ച്ചോറാക്കിയിട്ടാട്ടോ എടുത്തത്. അതിലേക്ക് സവോള നല്ലോണം ക്രിസ്പി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുക്കറിലായതുകൊണ്ട് 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം, ആ ലെവലിൽ വെള്ളം ഒഴിച്ചെടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് അരി അതിലേക്ക് ഇട്ടു കേട്ടോ. ഇപ്പം നെയ്ച്ചോറൊക്കെ റെഡിയായി. അപ്പോൾ അതിന് മസാല കുറച്ച് മസാല കോരിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അരി ഇട്ട് കൊടുത്ത്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം എല്ലാ ഭാഗത്തേക്കും നല്ലോണം റെഡിയാക്കി കൊടുത്തു. പിന്നെ അതിൻ്റെ മുകൾക്ക് നമ്മൾ പൊരിച്ച് വെച്ച മീൻ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെയും ചോറിട്ട് മസാല ഇട്ട് പിന്നെയും മീൻ വെച്ച് അങ്ങനെ ലെയറാക്കിയിട്ടാട്ടോ നമ്മൾ വെച്ചത്. കോരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മീൻ ഉടഞ്ഞു പോവാതെ കോരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചോറ് കുക്കറിലായതുകൊണ്ട് കുറച്ച് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കൂ, സൂപ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.